വാർത്തകളിലേക്ക്. കോഴിക്കോട് കുറ്റ്യാടി നീലേച്ചുകുന്നിൽ ആൾക്കൂട്ട വിചാരണ. യുവാവിനെയും യുവതിയെയും ആൾക്കൂട്ട വിചാരണ നടത്തിയത് കാറിൽ ഇടിച്ചു നിർത്താതെ പോയെന്ന് പറഞ്ഞുകൊണ്ട്. യുവാവിനെയും യുവതിയെയും ആക്രമിച്ചത് പോലീസിന്റെ സാന്നിധ്യത്തിലുമാണ്. ഇന്നലെ വൈകിട്ടാണ് സംഭവമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി രമ്യ ദാസ് ചേർന്നു. രമ്യ, എന്താണ് ഇതിന് പിന്നിൽ? നിലവിൽ മർദ്ദനമേറ്റ് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ കോഴിക്കോട് നീലേച്ചുകുന്നിൽ ഈ അത്തരത്തിലൊരു ആൾക്കൂട്ട മർദ്ദനം ഉണ്ടാകുന്നത്. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ഒരു യുവതിയും യുവാവും സഞ്ചരിച്ച വാഹനം മറ്റൊരു വാഹനത്തിൽ ഇടിച്ചെന്ന് ആരോപിച്ചായിരുന്നു ഇന്നലെ വൈകിട്ടോടുകൂടി ഇവരെ പോലീസിന്റെ സാന്നിധ്യത്തിൽ നാട്ടുകാരും അതുപോലെ തന്നെ നാട്ടുകാർ ഇത്തരത്തിൽ ആൾക്കൂട്ട മർദ്ദനം അല്ലെങ്കിൽ മർദ്ദനത്തിന് ഇരയാക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇവർ സഞ്ചരിച്ചൊരു വാഹനം മറ്റൊരു കാർ ഇടിച്ചെന്ന് ആരോപിച്ചായിരുന്നു ഇത്തരത്തിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇവരെ മർദ്ദിക്കുന്നത്. ആ സമയത്ത് പോലീസും ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പോലീസിൽ നിന്നും വകവയ്ക്കാതെ ജനക്കൂട്ടം തടിച്ചുകൂടി യുവാവിനെയും അതുപോലെ തന്നെ യുവതിയെയും മർദ്ദിക്കുകയായിരുന്നു. ഇരുവരുടെയും പക്കൽ ലഹരി മരുന്നുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ഇത്തരത്തിലൊരു ആൾക്കൂട്ട മർദ്ദനം ഉണ്ടായത്. എന്നാൽ വാഹനത്തിൽ നിന്നും ലഹരി മരുന്നുകളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ ഈ യുവാവ് കുറ്റ്യാടി വാഹനത്തിൽ യാത്ര ചെയ്ത അജ്മൽ എന്ന യുവാവാണ്. ഇയാൾ കാപ്പ കേസ് പ്രതിയാണ്. നിലവിൽ കുറ്റ്യാടി പോലീസ് ഇയാളെ വളയം പോലീസിന് കൈമാറിയിട്ടുണ്ട്. ശരി, രമ്യ ദാസാണ് വിവരങ്ങൾ നൽകിയത്.